ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓറഞ്ച് പിപ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം വന്നേക്കുന്നതാണ് പുതിയൊരു ട്രിപ്പിന്റെ വിശേഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ വേൾഡിലെ കാർബൺ നെഗറ്റീവ് ആയിട്ടുള്ള ഒരേ ഒരു കൺട്രി ആയ ഭൂട്ടാനിലോട്ടാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ നേരെ ഫസ്റ്റ് കൊച്ചിൻ എയർപോർട്ട്, അവിടെ നിന്ന് നമ്മൾ നേരെ ബാഗ്ഡോഗ്ര. ചലോ, നമ്മളപ്പോൾ ബാഗ്ഡോഗ്ര എയർപോർട്ടിലോട്ടാണ് കേട്ടോ ചെന്നിറങ്ങുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു പോസ്റ്റ് സ്റ്റേഷൻ തന്നെ പറയാൻ പറ്റും. ഈ ബാഗ്ഡോഗ്ര എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഹിൽ സ്റ്റേഷൻസായ ഡാർജിലിംഗ്, ഗാങ്ടോക്ക്, മിറിക്, കാലിംപോങ്ങിലേക്കൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലം ഇതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് പോകാൻ പറ്റുക. പിന്നെ സിലിഗുരി ഡിസ്ട്രിക്റ്റ് ആണ് ഈ വരുന്നത്. വെസ്റ്റ് ബംഗാളിന്റെ കീഴിലുള്ള സിലിഗുരി ഡിസ്ട്രിക്റ്റ് ആണ് ഈ എയർപോർട്ട് വരുന്നത്. നമ്മൾ ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഭൂട്ടാനിലേക്ക് പോവാണ്. ഇവിടുന്ന് ഏകദേശം 5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടെന്നാണ് പറഞ്ഞത് ബോർഡറിലേക്ക്. ഇവിടുത്തെ എയർപോർട്ട് മിലിറ്ററിയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഡ്രൈവർ കുമാർ ചേട്ടൻ ഹായ് പറഞ്ഞ പിള്ളേരെ. നമ്മൾ ഈ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ സിക്കിം, ഡാർജിലിംഗ് ഒക്കെ പോവാം. നമ്മൾ ഹൈവേ കൂടെ നേരെ പോവാണ്. ഈ ഹൈവേ ആണ് നമ്മുടെ 7 സിസ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്ന നോർത്ത് ഈസ്റ്റിലെ സ്റ്റേറ്റിലേക്കൊക്കെ പോകുന്ന മെയിൻ ഹൈവേ. അതായത് വെസ്റ്റ് ബംഗാളിലെ കൽക്കട്ടയിൽ നിന്ന് പോകുന്ന ഹൈവേ ആണ്. ഇതിന്റെ നമ്മൾ പുറയിലേക്ക് പോവുകയാണെങ്കിൽ 18 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നേപ്പാളിന്റെ ബോർഡർ ആണെന്നാണ് പറയുന്നത്. ബംഗ്ലാദേശ് यहाँ से फुलवारी है, फुलवारी से देशबंधु चेक पोस्ट है वहाँ पर बॉर्डर के. फुलवारी से 2 किलोमीटर है, यहाँ से आपका 12 किलोमीटर है. 12 കിലോമീറ്റർ. അതായത് ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബംഗ്ലാദേശിന്റെ ബോർഡർ എത്തും. यहाँ से सिक्किम है 120 किलोमीटर, दार्जिलिंग 83 किलोमीटर. ഗാങ്ടോക്ക് പോകാണ്ടിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടാണ് 10,45,000 രൂപ പോവുകയും ചെയ്തു. 45 ബാക്കിയോ? മറ്റേ ഇതിന്റെ വന്ദേ ഭാരത് എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫുൾ ട്രിപ്പ് ക്യാൻസൽ. മോളൊന്ന് പനി പിടിച്ച് കിടപ്പിലായി, ഫുള്ള് പോയി. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ഒക്കെ ആയതുകൊണ്ട്. പക്ഷെ ഉണ്ടല്ലോ ഏട്ടാ, ഞാൻ വിചാരിച്ച ബാഗ്ഡോഗ്ര ഇല്ല. ഞാൻ വിചാരിച്ച ഇവിടെ ഭയങ്കര തണുപ്പുള്ള പ്രദേശമാണ്. വന്നറിയപ്പോ കണ്ടില്ലായിരുന്നു, നല്ല അടിപൊളി ചൂട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ ക്ലൗഡ്സ് ഒക്കെ ഈ സീസണിന്റെ ആയതുകൊണ്ടാണ് ഇവിടെ വെയിലാന്ന് തോന്നുന്നു. നമ്മള് ഹൈവേ കയറിയല്ലേ. നോർത്ത് ബംഗാൾ യൂണിവേഴ്സിറ്റി. അല്ല, ഇവരുടെ വണ്ടി ഇത് ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ അല്ല, ഏഷ്യൻ ഹൈവേ കേട്ടോ. 2 രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹൈവേ. ഇത് പണി പൂർത്തിയായി കഴിയുമ്പോൾ നമുക്ക് തായ്ലൻഡ് ഒക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാം. മലേഷ്യ, തായ്ലൻഡ് ഒക്കെ. ഇവരുടെ വണ്ടി ഇപ്പൊ ഭൂട്ടാൻ പാസ് ചെയ്ത് പോകുന്നില്ല എന്നല്ല പറഞ്ഞത്. അതെന്താ കാരണം പറഞ്ഞെന്താ? അത് ഇപ്പൊ കൊറോണയ്ക്ക് മുമ്പ് ഇവരുടെ ടാക്സ് 100 രൂപയായിരുന്നു പെർ ഡേ. ഇപ്പൊ അത് 4,500 രൂപ ആക്കി ഒരു ദിവസം. അതെ അതെ. പിന്നെ അതല്ലാണ്ട് വേറെ എന്തോ 1,200 രൂപ വേറെ എന്തോ ഒരു ടാക്സും കൂടെ ഏർപ്പാടാക്കി. അതുകൊണ്ട് ഇപ്പൊ ഒരു പാക്കേജ് ഓട്ടം ഒന്നും പോകുന്നില്ലെന്ന് പറഞ്ഞു. ഭൂട്ടാനിലെ വണ്ടികൾക്ക് കൂടുതൽ ഓട്ടം കിട്ടാൻ വേണ്ടിട്ട്. सिलीगुड़ी जाऊँ हम लोग नीचे से कर आएंगे. देखिए गुवाहाटी के रास्ते में चलेंगे. ओके. ഏഷ്യൻ ഹൈവേ 2 ആണിത്. ഓക്കെ. നേരെ പോയി കഴിഞ്ഞാൽ ഡാർജിലിംഗ്, ഗാങ്ടോക്ക്, സിലിഗുരി ഒക്കെ പോകും. നമുക്ക് ഗുവാഹത്തി വഴിക്കൂടെയാണ് പോകേണ്ടത്. ഏഷ്യൻ ഹൈവേ സ്കിപ്പ് ചെയ്ത് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു ഗുവാഹട്ടി വഴിയിലേക്ക്. भैया ये कौन सा डिस्ट्रिक्ट है? ये आपका सिलीगुड़ी कोई डिस्ट्रिक्ट नहीं है. हाँ, सिलीगुड़ी आपका बंगाल का 2nd लार्जेस्ट टाउन. कलकत्ते के बाद में सिलीगुड़ी लार्जेस्ट टाउन होते हैं, लेकिन इनके पूर्व भाग इतना है कि इनका कोई डिस्ट्रिक्ट नहीं है. ये 2 डिस्ट्रिक्ट में भाग है. एक दार्जिलिंग डिस्ट्रिक्ट और दूसरा जलपाईगुड़ी डिस्ट्रिक्ट. जो कि आप रेलवे स्टेशन जो NGP बोलते हैं ना, न्यू जलपाईगुड़ी रेलवे स्टेशन, वो जलपाईगुड़ी स्टेशन में पड़ते हो, लेकिन है सिलीगुड़ी के अंदर में. ओके. ठीक है सर. ഇവിടെ ഇന്ന് വഴിനീള പോലീസാണ്. അതായത് CM വരുന്നുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ. ഇത് നോർത്ത് ബംഗാൾ മെഡിക്കൽ കോളേജ്. ഈ പരിസരത്തെങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. വഴി തിരിച്ച് മെഡിക്കൽ കോളേജിന്റെ അകത്തേക്ക് കയറ്റി വിട്ടു. എങ്ങോട്ടാണോ ഇവിടുന്ന് അറിയില്ല.
കണ്ടോ ഇവിടെ കോവിഡ് ബ്ലോക്ക് വരെ ഉണ്ട്. കോവിഡ് ബ്ലോക്ക്. ये स्टेट जाएंगे 2 किलोमीटर बांग्लादेश बॉर्डर, इस जगह को बोलते हैं फुलवारी। सिलीगुड़ी के अंदर में पड़ते हैं। यहाँ से 2 किलोमीटर बांग्लादेश बॉर्डर, बॉर्डर का नाम है देश बंधु बॉर्डर। हाँ, देश बंधु बॉर्डर है। जो सामने बोर्ड भी है, देखिए बांग्लादेश बॉर्डर लिखा हुआ है, 2 किलोमीटर स्टेट। ठीक है, इसको इस जगह का नाम है फुलवारी। ഓക്കെ. ഹൈവേ പോകുന്ന ബംഗാളിലെ തേയിലത്തോട്ടത്തിന്റെ നടുക്കൂടെ കേട്ടോ. 2 സൈഡും തേയിലത്തോട്ടാ. ഇവിടെ ഇങ്ങനെ നിരപ്പായ സ്ഥലത്ത് നന്നായിട്ട് കവാത്തി നിർത്തിയേക്കുക. ഇതുണ്ട് കൊളുന്ത് നുള്ളിക്കൊണ്ട് പോകുന്നു. ടീ ഫാക്ടറിയിലേക്ക് പോകുന്നെന്ന് തോന്നുന്നു. AH-48. നമ്മളിപ്പോൾ നേരെ ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ ജയ്ഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ജയ്ഗാവ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഭൂട്ടാൻ ബോർഡറാണ്. അത് ഇന്ത്യയുടെ പോർഷനാണ് ഈ ജയ്ഗാവ് എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ നമുക്ക് ഫുൻഷിലിംഗിലേക്കാണ് പോകേണ്ടത്. ഫുൻഷിലിംഗ് ആണ് ഭൂട്ടാൻ്റെ ബോർഡർ വരുന്നത്. നമ്മളപ്പോൾ ഇത് ബോർഡറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ സാധാരണ പോകുന്ന പോലത്തെ ഒരു ഇമിഗ്രേഷൻ പ്രൊസീജിയർ അല്ല ഇവിടുത്തെ. ഇവിടെ നമ്മൾ നടന്ന് പോയി ക്യൂ നിന്ന് എന്നിട്ട് കുറച്ച് പേര് സിസ്റ്റത്തിന് മുമ്പിലേക്ക് ഇരിപ്പുണ്ടാവും. അപ്പോൾ അവിടെ പോയി നമ്മുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ ഏത് ID പ്രൂഫ് എന്ന് വെച്ചാൽ അത് കാണിച്ചിട്ട് നമുക്ക് നടന്ന് തന്നെ വേണം അപ്പുറത്തോട്ട് ഇറങ്ങാൻ. അപ്പോൾ അതൊരു പ്രത്യേകതയുള്ളൊരു ഇമിഗ്രേഷൻ ആയിട്ടായിരിക്കും ഫീൽ ചെയ്തത്. കാരണം ബാക്കി എല്ലായിടത്തും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു എയർപോർട്ടിലൊക്കെ ആണെങ്കിലും നമ്മൾ ഫ്ലൈറ്റിൽ ചെന്നിറങ്ങി എന്നിട്ട് അവിടെ നിന്ന് ഇമിഗ്രേഷൻ ചെയ്തത് അങ്ങനെയല്ല. ഇത് നമ്മൾ ചുമ്മാ ഇത് കണ്ടില്ലേ, ഇതുപോലെ ബീവറേജസിൻ്റെ ഫ്രണ്ടിൽ ക്യൂ നിൽക്കുന്ന പോലെ നിന്നിട്ട് നമ്മൾ ബോർഡർ നടന്ന് ക്രോസ് ചെയ്ത് ഇറങ്ങുക ചെയ്തു. നമ്മൾ വന്ന അന്ന് രാത്രി ഫുൻഷിലിംഗിലാണ് കേട്ടോ സ്റ്റേ ചെയ്തത്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഹലോ ഗായ്സ്, ഇതാണ് നമ്മുടെ ഹോട്ടൽ പാലമല്ല പാം. ഇവിടെ സ്വിമ്മിംഗ് പൂള് എല്ലാം സെറ്റപ്പ് ആണ്. പിന്നെ അതാണ് റൂമൊക്കെയാണ് ശരിക്കും നല്ല ക്യൂട്ടൊക്കെയാ. ശരിക്കും നമ്മളിപ്പോൾ വേറെ സ്ഥലത്ത് പോവാണ്. മഞ്ഞയിലൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ശരിക്കും ഇവിടെ വരുന്നത് ഭൂട്ടാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വരുന്നത്. ഹലോ ഗൈസ്, എല്ലാവർക്കും ഓറഞ്ച് പിപ്സിന്റെ പുതിയ സാധനം കാണിച്ചുതരാം. നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വേൾഡിലെ കാർബൺ നെഗറ്റീവ് ആയിട്ടുള്ള കൺട്രിയാണ്. ഒരേ ഒരു കൺട്രിയായ നമ്മുടെ സ്വന്തം ഭൂട്ടാനിലാണ്. അപ്പോൾ അറിയാമല്ലോ, ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് വിസ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മതി. അതല്ലെങ്കിൽ ഒരു വോട്ടർ ID കാർഡ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കയറി പോരാം. പിന്നെ 18 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റോ ഉണ്ടായാൽ മതി. സോ ദിസ് ഇസ് അവർ ഗൈഡ്. അപ്പം നമുക്ക് ഈ ഭൂട്ടാനിൽ കയറണമെങ്കിൽ ഇതുപോലെ ഒരു ഗൈഡിൻ്റെ ആവശ്യമുണ്ട്. അതായത് ഭൂട്ടാനിൽ ഒരു ഗൈഡിൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ കയറ്റത്തുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ വണ്ടി. എല്ലാവരൊക്കെ റെഡിയാണ്. ഓഹോ, അത് ഒഫീഷ്യൽ. സോ യു ആർ ദ ഒഫീഷ്യൽ ഗൈഡ്, റൈറ്റ്? ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി. നമ്മളിപ്പോ പോകുന്ന തിൻഫുയിലോട്ടാണ് പോകുന്നുണ്ട്. വാ പോവാം. നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഭൂട്ടാൻ്റെ തലസ്ഥാനമായ തിംഫുയിലോട്ടാണ് കേട്ടോ. തിംഫു എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഇവിടുന്ന് ഒരു 150 കിലോമീറ്റേഴ്സോളം യാത്ര ചെയ്യാനുണ്ട്. നമ്മളപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗേതു എന്നാണ് ഇവർ പറഞ്ഞത്, എനിക്ക് മനസ്സിലായത്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 8 സ്തൂപങ്ങളുണ്ട് ഇവിടെ ഈ ഗേതുവിൽ. അപ്പോൾ അത് കാണാനാണ് നമ്മളിവിടെ നിർത്തിയത്. അപ്പോൾ ബുദ്ധൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 8 ഘട്ടങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഒരു സ്തൂപാസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ബുദ്ധമത വിശ്വാസപ്രകാരം എന്ന് പറഞ്ഞാൽ വളരെ പവിത്രമായ ഈ സ്തൂപങ്ങൾ അവർ 8 ധർമ്മകായ സ്തൂപാസ് എന്നാണ് അവർ പറയുന്നത്. ഇവിടുത്തെ ഓരോ സ്തൂപം എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളാണ് കേട്ടോ. അതായത് ബുദ്ധൻ്റെ ജനനം, പിന്നെ ജ്ഞാനോദയം, പിന്നെ നിർവ്വാണം, അങ്ങനെ ഓരോ സ്തൂപാസും ഓരോ പ്രതീകാത്മകമായിട്ടാണ് ഇവർ കാണുന്നത്. അപ്പോൾ ഈ സ്തൂപാസിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മുടെ ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് കേട്ടോ കേട്ടെ എന്താ അദ്ദേഹം പറയുന്നതെന്ന്. See these colorful structures out here? Come a bit closer. So basically out here we have so many different types of stupas, okay? Not so many, I would say 3 types of stupa. Like one is Tibetan, one is Nepali and one is Bhutanese. The one out here is general stupa, okay? Which depicts the mind of Buddha. So basically out here we have 8 different types of stupas.
which depicts or gives the meaning and the life story of Buddha. Okay, like individual stupa have different shape, structure and all. So you can see the first one, second one, all are different. These are the balls of offering. Okay, basically you see right now it's like they have added some juice or like saffron on it into it. Okay, basically 7 balls of offering is very common to our place. It's especially water offering. Okay, water offering. So basically water is abundant, there is plenty of water, no one has that courtesy, no, I won't give water. Basically water in our place is available. That is why water ball of offering is very common to every household and shrine and all. Okay, നമ്മളപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു വന്നിട്ട് നമ്മൾ അവിടുന്ന് ഇനിയിപ്പോൾ തിരിക്കുകയാണ് നമ്മളെ മടക്കയാത്രയല്ല തുടക്കയാത്ര എന്ന് പറയാം. അപ്പോൾ നമ്മൾ നേരെ തിംഫിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗേബിൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത്യാവശ്യം നല്ല മഞ്ഞൊക്കെ ഉണ്ട്, നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥ ഒക്കെയാണ്. നമുക്ക് നല്ലൊരു സുഖം കേട്ടോ, നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ഒക്കെയാണ്. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ റോയൽ യൂണിവേഴ്സിറ്റി ഓഫ് ഭൂട്ടാൻ്റെ കീഴിലുള്ള ഗേതു കോളേജ് ഓഫ് ബിസിനസ് സ്റ്റഡീസ് ആണ് കേട്ടോ. ഈ H48 താഴെ കാണുന്ന വഴി കണ്ടോ, താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഡാമുണ്ട്, ചുക്ക ഡാം. പിന്നെ ഈ റോഡെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് റോയൽ ഭൂട്ടാൻ ഇന്ത്യൻ ചേർന്നാണ് കേട്ടോ. ഈ പാലം കണ്ടോ, ഇത് ലാൻഡ് സ്ലൈഡിലും ഫ്ലഡും വന്ന് ഈ പാലം മൊത്തം പോയതാണെന്ന് പറഞ്ഞു. ഇത് പുതിയതായിട്ട് നിർമ്മിച്ചതെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഇവിടെ കൂടെയുള്ള യാത്രയിലെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഒത്തിരി സ്പീഡിലൊന്നും ഇവർ ഡ്രൈവ് ചെയ്തില്ല കേട്ടോ. കാരണം കുത്തനെയുള്ള വളവുകളും പിന്നെ നല്ല അത്യാവശ്യം ചെരുവുകളൊക്കെ കുത്തനെയാണ് എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ നല്ല ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ ഒരു സാധാരണയായിട്ടൊരു മണിക്കൂറിൽ 20 മുതൽ 40 കിലോമീറ്റർ വരെ ഒരു ട്രാവൽ ചെയ്യാറുള്ളൂ. ഇത് ശരിക്കും ഏഷ്യൻ ഹൈവേ 48 എന്നാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ NH 317A വഴിയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഈ പാത നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ ഫുൻഷോലിംഗ് അതിർത്തി ക്രോസിംഗ് ആയിട്ട് സുപ്രധാനമായിട്ടുള്ളൊരു ഗതാഗത മാർഗ്ഗമാണ്. ഇവിടുത്തെ ആളുകൾ ഭയങ്കര പരോപകാരികളാണ്. നമ്മുടെ ഗൈഡാണെങ്കിൽ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിൽ നിർത്തിയത് ഇതുപോലെ അവിടെ റോഡ് സൈഡിൽ പണിയെടുക്കുന്നവർക്കൊക്കെ ജ്യൂസൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി നിർത്തിയാണ് കേട്ടോ. ഇതാണ് ഇവിടെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് നിർത്തിയതാണ്. കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഇന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഫുഡ്സൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ ശരിക്കും അവൈലബിൾ ആണ്, ഭൂട്ടാനീസ് ഇന്ത്യൻ കോണ്ടിനെന്റിലെല്ലാം അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഇവിടുത്തെ ഫുഡൊന്ന് ട്രൈ ചെയ്യാന്നുള്ള പ്ലാനിലാണ് ഇന്ന്. ഹോട്ടലിനകത്തൊക്കെ പൂത്തൊളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന ഹോട്ടലിൻ്റെ പുറത്തുള്ളൊരു വ്യൂ ആണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല നമ്മളിപ്പോൾ ഏകദേശം 2320 മീറ്റർ ഹൈറ്റിലോട്ടാണ് പോകാൻ പോകുന്നത്. തിംഫു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റുള്ള സ്പേസ് ആണ്. ഇതുണ്ട്, നല്ല ഭംഗിയാണ് ഇവിടേക്കാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്നൊരു 90 കിലോമീറ്ററുണ്ട് തിംഫു എത്താനായിട്ട്. നമ്മളപ്പോൾ നോൺ വെജ് താളിയാണ് പറഞ്ഞത്. നോൺ വെജിലെന്ന് പറഞ്ഞാൽ ചിക്കൻ ആണ് കോംബോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് 475 റുപ്പീസാണ് ഓൾമോസ്റ്റ് ഈ ഒരു സംഭവത്തിന് മാത്രം. പിന്നെ കുറച്ച് പ്ലെയിൻ റൈസ് എക്സ്ട്രാ പറഞ്ഞായിരുന്നു. പിന്നെ ചേട്ടായൊക്കെ റൊട്ടിയാണ് പറഞ്ഞത്. പിന്നെ ഇവരെന്താ ഒരു പോർക്കിൻ്റെ ഒരു ഐറ്റം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വരുന്നുള്ളൂ. ഇത് ബാക്കി ഐറ്റംസ് ആണ് ഇത്രയും. ഇതിപ്പോൾ ശരിക്കും പോർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവരുടെ ഒരു സ്റ്റൈൽ തന്നെയാണ് കേട്ടോ ഇവർ ഉണ്ടാക്കിയേക്കുന്നത്. നമ്മുടെ ഒരു സ്റ്റൈലല്ല, ഏറെക്കുറെ ഇവരുടെ സ്റ്റൈലിലാണ് ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. ഇവിടുത്തെ ആൾക്കാർ പൊതുവേ നമ്മൾ വിചാരിക്കും വെജിറ്റേറിയൻസ് ആണ്, പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ പൊതുവേ പ്രിഫർ ചെയ്യുന്നത് നോൺ വെജ് ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ തണുപ്പൊക്കെ അതിനൊരു കാരണമാണ്. പിന്നെ മിക്കവാറും ഹോട്ടൽസിലും കയറി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മിനി ബാർ സെറ്റപ്പൊക്കെ കാണുന്നത്. അപ്പോൾ നൈസായിട്ട് നിൽപ്പനൊക്കെ അടിച്ചിട്ട് അങ്ങ് ഇറങ്ങാം നമുക്ക്. ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ വന്ന് മൊത്തം ഇളകി റോഡുകളൊക്കെ നശിച്ചു പോയൊരു ഏരിയ ഉണ്ട് ഇത്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മുടെ ഇന്ത്യൻ ഡിഫൻസിൻ്റെ വെഹിക്കിൾസ് നമുക്ക് ഒത്തിരി കാണാൻ പറ്റും കേട്ടോ. ഒത്തിരി നമ്മുടെ ആർമിയുടെ വെഹിക്കിൾസ് കാണാൻ പറ്റും. പിന്നെ ഈ സൈഡിൽ കൂടെ കാണുന്ന ആൾക്കാർക്കെല്ലാം നമ്മുടെ ഗൈഡ് ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു ആചാരമെന്ന് തോന്നി ഇങ്ങനെ കൊടുക്കുന്നതൊക്കെ. വളരെ നല്ലൊരു കാര്യമാണത് ശരിക്കും പറഞ്ഞാൽ. അവരെയൊക്കെ കൺസിഡർ ചെയ്ത് ഇങ്ങനെ കൊടുത്തു പോകുക, അതൊക്കെ ഇവിടുത്തെ ആൾക്കാർ അതുകൊണ്ടായിരിക്കാം ഇവർ ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്സിലാണ് ഇവർ ഇമ്പോർട്ടൻസ് നൽകുന്നത്. ഇതൊക്കെ തന്നെ ആയിരിക്കും അതിൻ്റെ കാരണം. ഇതൊക്കെ കണ്ട് ഈ റോഡൊക്കെ കഴിഞ്ഞ ലാൻഡ് സ്ലൈഡ്സിൽ പോയതാണെന്നാണ് പറഞ്ഞത്. ഇതല്ലേ ഇപ്പോൾ അതിനനുസരിച്ച് അവർ അതിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. വളരെ സ്പീഡിൽ തന്നെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു.
പണ്ട് കാശ്മീർ പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീൽ ഇപ്പം കിട്ടുന്നുണ്ട്. നല്ല റോഡ് ഈ സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോഴേ താഴെ പോകുന്നത് നല്ല പേടിയുണ്ട്. പല സ്ഥലങ്ങളിലും ഒറ്റ വരി പാത പോലെയാണ്, അങ്ങനെ ഒത്തിരി വീതിയൊന്നുമില്ല. പല സ്ഥലത്ത് ഇങ്ങനെ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ട് കിടക്കുക. അതൊക്കെ ഈ ലാൻഡ് സ്ലൈഡ്സിൽ പോയ ഭാഗങ്ങളൊക്കെയാണ്. അവിടെ കൂടെ ഒക്കെ പോകുമ്പോൾ ചെറിയൊരു നമുക്കൊരു പേടിയൊക്കെ തോന്നും. പക്ഷേ നമ്മുടെ ഡ്രൈവറുടെ കോൺഫിഡൻസ് കാണുമ്പോൾ അതൊക്കെ അങ്ങ് മറക്കും സത്യം പറഞ്ഞാൽ. ഈ റോഡ് ഇന്ത്യയും ഭൂട്ടാനും കൂടെ സംയുക്തമായിട്ടാണ് കേട്ടോ മേൽനോട്ടം വഹിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇതിൻ്റെ പുനർനിർമ്മാണമൊക്കെ നടത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഭൂട്ടാൻ ഒരു കാർബൺ നെഗറ്റീവ് രാജ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 70% ഇതിൻ്റെ ഫോറസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വണ്ടികളും മറ്റ് ഇതൊക്കെ പുറത്തു വിടുന്നത് ഇവിടുത്തെ ഫോറസ്റ്റ് തന്നെ അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു കാർബൺ നെഗറ്റീവ് കൺട്രി ആയിട്ട് നിൽക്കുന്നത്. പിന്നെ അതുമാത്രമല്ല ഇവിടുത്തെ ഒരു പർവ്വതം എന്ന് പറഞ്ഞാൽ ഗാംഘർ പുൻസം എന്ന് പറഞ്ഞ പർവ്വതം 24,840 അടി ഹൈറ്റാണത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആരും കയറാത്ത ഒരു പർവ്വതമാണ് അത്. അപ്പോൾ ഇവിടുത്തെ പർവ്വത വിശ്വാസങ്ങളൊക്കെ ഉള്ള ബഹുമാനം കൊണ്ട് അത് സംരക്ഷിക്കപ്പെട്ട് വച്ചിരിക്കുകയാണ്. ഈ ഹിമാലയത്തിൽ നിന്ന് പലപ്പോഴും വീശുന്ന ശക്തമായ കൊടുങ്കാറ്റാണ് ഭൂട്ടാൻ്റെ ഒരു പേര്, അതായത് ഡ്രൂക്യൂൾ എന്നുള്ള പേര് ലഭിച്ചത്. അതായത് ഇടിമുഴക്കത്തോടുള്ള വ്യാളികളുടെ നാട് എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇവരുടെ ഈ പതാകയിലാണെങ്കിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യാളികൾ കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് കേട്ടോ ഹായിലേക്ക് തിരിഞ്ഞു പോകുന്നത്. ഒരു താഴെ പോകുന്ന വഴിയുണ്ട്, അതിൽ കൂടെയാണ് പോകുന്നത്. പിന്നെ നമുക്ക് നേരെയാണ് കേട്ടോ പോകേണ്ടത് പറോ റൂട്ടിൽ. പിന്നെ താഴെ കൂടെ ടോർസ റിവർ പോകുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് വാങ്ചു പറച്ചു ഒക്കെ എന്നീ നദികളും കൂടെ ഇതിനോട് ചേരുന്നുണ്ട്. നമ്മളിപ്പോൾ ആക്ച്വലി ഇവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ് കേട്ടോ. കാരണം നല്ല ദൂരം നമ്മൾ കടന്നു പോകുന്നു. അപ്പോൾ ഈ ഒരു പോർഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത റെസ്റ്റോറൻ്റ് ഒന്നും അടുത്തില്ലെന്നാണ് അവർ പറഞ്ഞത്. പറവലിക്ക് അപ്പോൾ ഇവിടെ നിന്ന് ഒരു 40 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ചായയോ? അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. തിംഫു സിറ്റിയാണിത്. ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. നല്ല നീറ്റും ക്ലീനും ആണ് ഇവിടുത്തെ സ്ട്രീറ്റ്സ് എല്ലാം എന്ന് പറയുന്നത്. നല്ല ഭംഗിയാട്ടോ കാണാൻ. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ HTC. അപ്പോൾ ഇത് ഒരു തിംഫു സിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ഹിമാലയസിന് താഴ്വരയിലുള്ളൊരു ചെറിയൊരു ടൗൺ ആണ്. പക്ഷെ നല്ല വെൽ നീറ്റ്ലി പ്ലാൻ ചെയ്ത് ബിൽഡ് ചെയ്ത പോലെ തന്നെയുണ്ട്. നല്ല രസമുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ലോക്കൽ മാർക്കറ്റൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് നടന്നിട്ട് റൈറ്റ് ടേൺ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റൊക്കെ ഉണ്ട്. ഇത്രയും ടൗണിൽ തന്നെയാണ് നമ്മളിപ്പോൾ സ്റ്റേ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹോട്ടലിലെ കാഴ്ചകളൊക്കെ ഒന്ന് പോയി കാണാം. ഇതാണ് നമ്മുടെ ഡ്രൈവർ. ഇവിടുത്തെ ഏറ്റവും എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്നാണ് ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയാണ്. ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ ഒരു പെരുമാറ്റം വളരെ എന്താ പറയുക, നല്ലൊരു കൃത്യമായ രീതിയിൽ ഇവരെല്ലാവരും നമ്മളോട് ബിഹേവ് ചെയ്യുന്ന രീതി. ഇതാട്ടോ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത ഹോട്ടൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ടൈമിനേക്കുള്ളൊരു ½ an hour ഫ്രണ്ടിലോട്ട് ഇവരുടെ ടൈം. ശരിക്കും നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു 4:40-4:50 ഒക്കെ ആയി കാണും. അപ്പോഴാണ് ഇവിടെ 5:20 ആയി. ഇന്ന് നമ്മള് ഇവിടെയാണ് താമസിക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് തിൻഫുലാണ് നമ്മൾ റിസോർട്ടാണ് ഇത്. ശരിക്കും സ്വിമ്മിംഗ് പൂൾ ഉണ്ടോന്ന് അറിയില്ല. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വരണേ. നമുക്ക് നോക്കാം. ഗൈസ്, എനിക്ക് ജിഞ്ചർ ടീ തന്നു. ഇതാണ് ഹോട്ടൽ, ഞാൻ പറയില്ലേ ടീ എന്ന് പറഞ്ഞാൽ ഈ ജിഞ്ചർ ടീ കുടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കണ്ടില്ലേ, നല്ലതായിരിക്കും. ഇതൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ടീ ആണ്. ഇത് വെറൈറ്റി ഉള്ള ഒരു ടീ ആണ്.
ചുമ്മാ തരുന്നൊന്നുമല്ല, വെറൈറ്റി ആയിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ള ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ റൂം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റൂമാണ്. നല്ല എന്ത് ഭംഗിയാന്ന് നോക്ക്. താഴോട്ട് നോക്കി ഭയങ്കര നല്ലതായിരിക്കും. നോക്ക്, താഴോട്ട് നോക്കാം, വാ. കണ്ടില്ലേ എന്ത് ഭംഗിയുള്ള ഒരു സെറ്റ്, ഒരു ഇതാണ്. കണ്ടില്ലേ, ഇതൊക്കെ കാണാൻ ഭയങ്കര മൗണ്ടൻസ്. ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതാണ്ട് കാറി കണ്ടതാണ്. ദാ മറ്റേ ഹിമാലയാസ് കണ്ടു, പിന്നെ മഞ്ഞ് വീഴുന്നതും കണ്ടു, മറ്റേ പോക്ക് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.